നമസ്കാരം. നമ്മളെല്ലാവരും ഇടയ്ക്കെങ്കിലും ആലോചിക്കുന്നൊരു കാര്യമുണ്ടല്ലേ? ചില നല്ല ശീലങ്ങളൊക്കെ തുടങ്ങണം, പക്ഷെ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ആ ആവേശമൊക്കെ എങ്ങോട്ടോ പോകും. അതേസമയം ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്ന ചില ദുശ്ശീലങ്ങളുണ്ട്, അതോ നമ്മളെ വിട്ടുപോകാനോ കൂട്ടാക്കില്ല. ഇതിന് പിന്നിലെ സൈക്കോളജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നല്ല ശീലങ്ങളെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്രയും ആകർഷകമാക്കാമെന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരി, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു റോഡ് മാപ്പ്. ആദ്യം നമ്മൾ നമ്മുടെ തലച്ചോർ എങ്ങനെയാണ് ആഗ്രഹങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കും. പിന്നെ ഈ അറിവ് വെച്ച് എങ്ങനെ നമ്മുടെ ശീലങ്ങളെ ആകർഷകമാക്കാമെന്ന് പഠിക്കും. നമ്മുടെ ചുറ്റുമുള്ളവരുടെ പങ്ക്, ദുശ്ശീലങ്ങൾ മാറ്റാനുള്ള വഴികൾ, പിന്നെ അവസാനം നിങ്ങൾക്കുടൻ തന്നെ പ്രയോഗിക്കാവുന്ന ഒരു കിടിലൻ പ്ലാനും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. നമ്മുടെ ആഗ്രഹങ്ങളുടെയൊക്കെ എൻജിൻ എവിടെയാണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളോട് മാത്രം നമുക്ക് ഇത്ര അടങ്ങാത്തൊരാഗ്രഹം തോന്നുന്നത്? ഇത് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണല്ലേ? സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. സംഗതിയുടെയെല്ലാം അടിസ്ഥാനം ഡോപ്പമിൻ എന്നൊരു കെമിക്കലാണ്. ഇതിനെ ഡോപ്പമിൻ ഡ്രിവൺ ഫീഡ്ബാക്ക് ലൂപ്പ് എന്നൊക്കെ പറയും. സിമ്പിളായി പറഞ്ഞാൽ, നമുക്കൊരു സമ്മാനം കിട്ടുന്നതിനേക്കാൾ അത് കിട്ടാൻ പോകുന്നു എന്ന ആ പ്രതീക്ഷയില്ലേ, അതാണ് നമ്മളെ ശരിക്കും മുന്നോട്ട് നയിക്കുന്നത്. ആ പ്രതീക്ഷയാണ് പലപ്പോഴും ദുശ്ശീലങ്ങളിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്നതും. ഇനി പറയാൻ പോകുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും രണ്ടും രണ്ടാണ്. ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലം നേടാനുള്ള ഒരു ഭയങ്കര മോട്ടിവേഷനാണ്. എന്നാൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാലോ, ആ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞുള്ള ഒരു സംതൃപ്തി മാത്രം. നമ്മുടെ തലച്ചോറിൽ ആഗ്രഹിക്കാനുള്ള സിസ്റ്റം ഇഷ്ടപ്പെടാനുള്ള സിസ്റ്റത്തിനേക്കാൾ ഒരുപാട് വലുതാണ്. ഈ ചാർട്ട് നോക്കൂ. ഇത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. നമ്മുടെ തലച്ചോറ് ഒരു കാര്യം ആസ്വദിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി സ്പേസാണ് അത് ആഗ്രഹിക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ശീലങ്ങളെ ഇതെത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടാകും, അല്ലേ? അപ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ഈ ഒരു സ്വഭാവം നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, ഈ അറിവ് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ്. നല്ല ശീലങ്ങൾ ഉണ്ടാക്കാൻ ഈ ആഗ്രഹത്തെ നമുക്കെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇതിനുള്ള ഒരു അടിപൊളി തന്ത്രമാണ് ടെംപ്ടേഷൻ ബണ്ട്ലിംഗ്. പേരുകേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്തായാലും ചെയ്യാൻ പോകുന്ന, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട, പക്ഷെ ചെയ്യാൻ കുറച്ച് മടിയുള്ളൊരു ശീലവുമായി അതിനെ അങ്ങ് കൂട്ടിക്കെട്ടുക. ഒന്നാലോചിച്ച് നോക്കിക്കേ. വ്യായാമം ചെയ്യുക എന്നതൊരു ആവശ്യമാണ്, പക്ഷെ നെറ്റ്ഫ്ലിക്സ് കാണുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഇവ രണ്ടും ഒരുമിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നെറ്റ്ഫ്ലിക്സ് കാണാനായി നമ്മൾ സന്തോഷത്തോടെ വ്യായാമം ചെയ്യാൻ തുടങ്ങും. അതുപോലെ വർക്ക് ഇമെയിലുകൾ നോക്കുന്നത് ഒരുപക്ഷെ ബോറിംഗ് ആയിരിക്കും, പക്ഷെ അത് ചെയ്യുമ്പോൾ തന്നെ ഒരു പെഡിക്യൂർ കൂടി കിട്ടിയാലോ? അതാണ് ഇതിന്റെ പിന്നിലെ സൈക്കോളജി. ഈ ഒരു സിമ്പിൾ ട്രിക്ക് മതി നമുക്ക് മടിയുള്ള ജോലികളെയും കടമകളെയും എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങളാക്കി മാറ്റാൻ. ഇതൊരു ശരിക്കും ഒരു ഗെയിം ചേഞ്ചറാണ്. ഇനി നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ മാത്രമല്ലാട്ടോ നമ്മളെ സ്വാധീനിക്കുന്നത്. പുറമേയുള്ള ഒരു വലിയ ഘടകമുണ്ട്. അതാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സമൂഹം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഒരു ഗ്രൂപ്പിൽ അംഗീകരിക്കപ്പെടുക എന്നത് നമ്മുടെ എല്ലാം ഒരു അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. അതുകൊണ്ടുതന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ശീലങ്ങളും പെരുമാറ്റങ്ങളും കോപ്പിയടിക്കാൻ തുടങ്ങും. ഒരുപക്ഷേ ഇതായിരിക്കും ഇന്നത്തെ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങളുടെ ചുറ്റുപാടുകളാണ് നോർമൽ എന്താണെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ നോർമൽ എന്താണോ അത് പതിയെ പതിയെ നിങ്ങളുടെയും നോർമലായി മാറും. പ്രധാനമായും 3 തരം ഗ്രൂപ്പുകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഏറ്റവും അടുത്തവർ, അതായത് നമ്മുടെ കുടുംബവും സുഹൃത്തുക്കളും. 2, ഭൂരിപക്ഷം, അതായത് സമൂഹം, കാരണം ആരും ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. പിന്നെ മൂന്നാമത്തത്, നമ്മൾ ആരാധിക്കുന്ന ഉയർന്ന സ്ഥാനങ്ങളിലുള്ള ആളുകൾ. അവരെപ്പോലെയാകാൻ നമ്മളും ആഗ്രഹിക്കും. ശരി, നമ്മൾ ഇത്രയും നേരം നല്ല ശീലങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഈ സ്ക്രിപ്റ്റൊന്ന് തിരിച്ചിട്ടാലോ? ഇതേ തത്വങ്ങൾ ഉപയോഗിച്ച് ദുശ്ശീലങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നോക്കാം. ഇതിനുള്ള വഴിയും വളരെ ലളിതമാണ്. നല്ല ശീലങ്ങളെ ആകർഷകമാക്കിയതുപോലെ ദുശ്ശീലങ്ങളെ ആകർഷകമല്ലാതാക്കുക. ആ ശീലത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുക. അതിനോടുള്ള നിങ്ങളുടെ മനോഭാവം തന്നെ മാറ്റുക. ഇത് ചെയ്യാനുള്ള ഏറ്റവും ശക്തമായൊരു വഴിയുണ്ട്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. നമ്മളൊരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ എനിക്കിത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിനു പകരം എനിക്കിത് ചെയ്യാനൊരവസരം ലഭിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരൊറ്റ മാറ്റം മതി ഒരു ഭാരമായി കണ്ടിരുന്ന കാര്യത്തെ ഒരു ഭാഗ്യമായി കാണാൻ തുടങ്ങാൻ. കണ്ടില്ലേ, ഒരേ പ്രവൃത്തിയാണ്, പക്ഷെ വാക്കുകൾ മാറിയപ്പോൾ അതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി. ഒരു ഭാരമായി കണ്ടിരുന്നൊരു കാര്യത്തെ ഒരു അവസരമായി കാണാൻ തുടങ്ങുന്നു. ഈ ഒരു ചിന്താഗതി
ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനും നല്ല ശീലങ്ങൾ തുടങ്ങാനും ഒരുപോലെ നിങ്ങളെ സഹായിക്കും. ശരി, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതെല്ലാം കൂട്ടിയിണക്കി നമുക്ക് ഉടൻ തന്നെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ 4 കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. 1. ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ് ഉപയോഗിച്ച് ബോറടിപ്പിക്കുന്ന ജോലികൾ രസകരമാക്കുക. 2. നല്ല ശീലങ്ങളുള്ളവരുടെ കൂട്ടത്തിൽ ചേരുക. 3. ചെയ്യണമെന്ന ഭാരം മാറ്റി ചെയ്യാൻ അവസരം കിട്ടി എന്ന സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യുക. 4. ഒരു ശീലത്തിന്റെ നല്ല വശങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: നമ്മുടെ ശീലങ്ങളെയും അതുവഴി നമ്മുടെ ജീവിതത്തെയും രൂപപ്പെടുത്താനുള്ള ശക്തി നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇത് കേവലം അറിവല്ല, നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ടൂൾ കിറ്റാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ഇന്ന് നിങ്ങൾ ഏത് ശീലമാണ് കൂടുതൽ ആകർഷകമാക്കാൻ പോകുന്നത്?